കണ്ണൂർ കൂത്തുപറമ്പ് കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങിയ അന്വേഷണ സംഘം റസീനയുടെ പിതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെയാണ് പ്രതി ചേർക്കുക. CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അറസ്റ്റിനൊരുങ്ങുന്നത്. എന്നാൽ സുഹൃത്തിനെ ചോദ്യം ചെയ്യാനാകാത്തത് തിരിച്ചടിയാണ്. റസീനയുടെ കുടുംബവും പോലീസും രണ്ട് തട്ടിലാണെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. റസീനയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇതിലുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് SDPI പ്രവർത്തകരായ 3 പേരെ അറസ്റ്റ് ചെയ്തത്. സംഭവ സമയത്ത് പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. പെൺകുട്ടിയുടെ പിതാവിന്റെ മൊഴിയിലും ഇവരെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പോലീസിന് ലഭിച്ച ചില ദൃശ്യങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇവർ ആൺസുഹൃത്തിനെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. ഇത് തെളിയിക്കണമെങ്കിൽ ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തണം. എന്നാൽ ഇയാൾ ഒളിവിൽ തുടരുന്നത് തിരിച്ചടിയാണ്. അതിനിടെ ആൺസുഹൃത്തിനെതിരെ പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിലും അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയുടെയും ആൺസുഹൃത്തിന്റെയും ഫോണുകൾ വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ഒപ്പം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയും രേഖപ്പെടുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടരന്വേഷണം. ന്യൂസ് മലയാളം, കണ്ണൂർ.